ബലാത്സംഗ കേസിൽ വ്യാജരേഖ ഹാജരാക്കി മുൻകൂർ ജാമ്യം നേടിയ മലയൻകീഴ് മുൻ SHO AV സൈജുവിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഇന്നാണ് ഉത്തരവ് പുറത്തിറങ്ങിയത്. ഉത്തരവ് പുറത്തിറങ്ങിയതോടെ സൈജുവിനെ ഇനി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാം. IPC സെക്ഷൻ 376, 376(2A), 376(2I), 376(2N) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് സൈജുവിനെതിരെ കേസെടുത്തത്. ജസ്റ്റിസ് P. ഗോപിനാഥാണ് ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തോളമായി ഒളിവിൽ കഴിയുകയാണ് സൈജുവിനെ പോലീസിൽ നിന്നും എന്നേക്കുമായി പിരിച്ചുവിടാൻ പോലീസ് മേധാവിമാർ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അത് ചില കേന്ദ്രങ്ങൾ അട്ടിമറിച്ചു. പോലീസിലെ ഇടത് സംഘടനയിലെ പ്രമുഖനായിരുന്നു കേസും പ്രശ്നവും വരുന്നതിന് മുമ്പ് സൈജു. സ്റ്റേഷനിൽ ജനറൽ ഡയറിയിൽ തിരുത്തൽ വരുത്തി കോടതിയിൽ ഹാജരാക്കിയെന്ന ആരോപണത്തെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കിയത്. സൈജു GD രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്ന് ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യം കാട്ടിയിരുന്നില്ല. ഇതിനിടെ മറ്റൊരു പീഡന കേസും എത്തി. ഇതിലെ ഇരയെ ഭീഷണിപ്പെടുത്തി ആ കേസ് പിൻവലിച്ചു. എന്നാൽ മലയൻകീഴിലെ പരാതിയിൽ ഡോക്ടർ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി. ഇതോടെ ഹൈക്കോടതിയിൽ നിന്നും നീതി കിട്ടി. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയായ ഡോക്ടർ GDയിൽ തിരുത്തൽ വരുത്തിയെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് നടപടി. ഡോക്ടർക്കെതിരെ താൻ നേരത്തെ പരാതി നൽകിയെന്നതിന്റെ രേഖയാണ് സ്റ്റേഷനിൽ വ്യാജമായി തിരികെ കയറ്റിയത്. മുൻവൈരാഗ്യമാണ് ബലാത്സംഗ പരാതിക്ക് പിന്നിലെന്ന് വരുത്തിയതിനാണ് ജനറൽ ഡയറിയിൽ തിരുത്തൽ വരുത്തിയതെന്നായിരുന്നു ആരോപണം. വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും സൈജു ബലാത്സംഗം ചെയ്തെന്നായിരുന്നു ഡോക്ടറുടെ പരാതി. പരാതികളെ തുടർന്ന് എറണാകുളം കൺട്രോൾ റൂമിലേക്ക് സൈജുവിനെ മാറ്റിയിരുന്നു. ആദ്യ പീഡന പരാതിയിൽ ജാമ്യം നേടാൻ മലയൻകീഴ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളിന്റെ സഹായത്താൽ വ്യാജരേഖ ചമച്ചിരുന്നു. ഈ വ്യാജരേഖ കാട്ടിയായിരുന്നു CI ആദ്യ കേസിൽ ജാമ്യം നേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടി സ്വീകരിക്കാൻ DGP തിരുവനന്തപുരം റൂറൽ SPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. DGPയുടെ നിർദ്ദേശം വ്യക്തമാക്കുന്ന പ്രത്യേക സർക്കുലർ റൂറൽ SP ഓഫീസിൽ ലഭിച്ചിരുന്നു. രണ്ടാമത്തെ പീഡന പരാതി സംബന്ധിച്ച കേസ് സ്ക്വാഷ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോഴായിരുന്നു ഇത്. എന്നാൽ ഈ നീക്കമൊന്നും എങ്ങും എത്തിയില്ല. മുമ്പ് മലയൻകീഴ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചതായിട്ടാണ് CIക്കെതിരെയുള്ള ആദ്യ കേസ്. ആ സംഭവത്തിൽ ജാമ്യം ലഭിക്കാൻ വ്യാജരേഖ ചമച്ചതിന് കൊച്ചി കൺട്രോൾ റൂം CI ആയിരുന്ന സൈജു സസ്പെൻഷനിലായിരുന്നു. സൈജുവും മലയൻകീഴ് സ്റ്റേഷനിലെ CPO ആയിരുന്ന പ്രദീപും ചേർന്ന് വനിതാ ഡോക്ടർ പണം ആവശ്യപ്പെട്ടു എന്ന് വ്യാജരേഖ ചമയ്ക്കായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തത്. തൊട്ടുപിന്നാലെ അതേ മാസം തന്നെ നെടുമങ്ങാട് സ്റ്റേഷനിൽ പുതിയ പീഡന പരാതിയും എത്തി. ഡോക്ടറെ പീഡിപ്പിച്ച സംഭവത്തിൽ കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ വീണ്ടും ക്രിമിനൽ കേസുകളിൽ പെടുകയാണെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് ഉത്തരവിലുണ്ടായിരുന്നു. പക്ഷേ CIയുടെ ജാമ്യം റദ്ദാക്കാനോ അറസ്റ്റ് ചെയ്യാനോ റൂറൽ പോലീസ് ശ്രമിച്ചിരുന്നില്ല. നേരത്തെ മലയൻകീഴ് ഇൻസ്പെക്ടറായിരുന്നപ്പോൾ പരാതിയുമായി എത്തിയ ഡോക്ടറെ പീഡിപ്പിച്ച കേസിലും അട്ടിമറിയിലൂടെയാണ് അറസ്റ്റ് ഒഴിവാക്കിയത്. 2019 ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ വീട്ടിലെത്തി സൈജു പീഡിപ്പിച്ചുവെന്നായിരുന്നു ദന്ത ഡോക്ടറുടെ പരാതി. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് പലപ്പോഴും വീട്ടിലെത്തി പീഡിപ്പിച്ചു. പണം കടം വാങ്ങി വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തെന്നായിരുന്നു ഡോക്ടറുടെ പരാതിയിലുണ്ടായിരുന്നത്. സൈജു കാരണം ഭർത്താവ് പിണങ്ങിപ്പോയെന്നും വനിതാ ഡോക്ടർ പരാതിപ്പെട്ടിരുന്നു. അന്നും പരാതിക്കെതിരെ സൈജുവിന്റെ ഭാര്യ കേസുമായി എത്തിയിരുന്നു. രണ്ടാമത്തെ പീഡന പരാതിയിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തതോടെയാണ് CI സൈജു ഒളിവിൽ പോയത്. ഒളിവിലിരുന്ന് ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് ഈ കേസ് തന്നെ ഇല്ലാതാക്കി. ഇതിനിടയിലും ആദ്യ കേസിലെ ഇര പോരാട്ടം തുടർന്നു. ഇതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യം റദ്ദാക്കലിന് കാരണം.